स्थापितं येन भूतले आदिसपदान्तिकं स्वरूपं साक्षातं सगणगतानितं तं सचिवं साधुतं सापदं पर्यंसदं कृष्णेन्द्रं शाखाकृष्णपादान् सखगण ललिता श्री विशाखानिधांश नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामी नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारणे निर्विशेष शून्यवादी पाशाते सर हे कृष्ण करुणा सिंधु दीनबंधु जगतपते गोपेश गोपिका कांत राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यो जगदानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री तुलसीदास श्रीवास भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും നമ്മുടെ സായാഹ്ന മഹാഭാരത ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഒന്നാമത്തെ പർവ്വമായിട്ടുള്ള ആദിപർവം നമ്മൾ പറഞ്ഞ് അവിടെ നിർത്തി. നമ്മൾ കണ്ടു അല്ലെ, ഗാണ്ഡീവനം ദഹിപ്പിക്കുന്നതും അതിൽ ഓരോ ജീവികളും എങ്ങനെയാണ് വെന്തിരിഞ്ഞതെന്നൊക്കെ നമ്മൾ കണ്ടു. അതില് 4 പക്ഷികളും മയദാനവനും അതുപോലെ തന്നെ അശ്വസേനൻ എന്നുള്ള തക്ഷകന്റെ പുത്രനായിട്ടുള്ള അശ്വസേനൻ മാത്രമാണ് അതിൽ അവശേഷിച്ചത്. അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് നമ്മൾ കണ്ടിരുന്നു. അതില് തക്ഷകപുത്രനെ ദേവേന്ദ്രൻ രക്ഷിച്ചുകൊണ്ടുപോയി. മയൻ അർജുനനെ ശരണം പ്രാപിച്ചു. ഉത്തമ ഭക്തനായിട്ടുള്ള അർജുനനെ ശരണം പ്രാപിച്ച കാരണം ഭഗവാൻ അദ്ദേഹത്തിന്റെ കാരുണ്യം പ്രദാനം ചെയ്തു. അങ്ങനെ ആ ഒരു മരണത്തിൽ നിന്ന് ശുദ്ധഭക്തനെ ശരണം പ്രാപിച്ചത് കാരണം ദാനവനായിട്ട് കൂടി ആ മയൻ എന്ന് പറയുന്ന ദാനവൻ രക്ഷപ്പെട്ടു. ഭക്തന്റെ ആ ഒരു കാരുണ്യം കണ്ടപ്പോൾ ഭഗവാനും അതിനൊന്നും ചെയ്തില്ല, ബാധിച്ചില്ല. അതോടൊപ്പം അഗ്നിയും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്താ പറയാ വെറുതെ വിട്ടു. അതാണ് നമ്മൾ എപ്പോഴും ഒരു ഉത്തമ ഭക്തന്മാരുടെ ശരണം, നമ്മൾ എന്താ പറയാ അവരുടെ കൃപ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്നും ഇതുപോലത്തെ ഭഗവാന്റെ കൃപയും നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് ലഭിക്കും. ആണ് ഭക്തന്മാരുടെ മഹിമ എന്ന് പറയുന്നത്. കാരണം ഈ ഭക്തന്മാർ സദാ ആ ഭഗവാനെ ഹൃദയത്തിൽ ചുവന്ന് നടക്കുന്നവരാണ്, ഊണിലും ഉറക്കത്തിലും അല്ലെ. നമുക്കറിയാം അർജുനന്റെ ഒരു ചെറിയൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അർജുനൻ എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വം എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൃഷ്ണന്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്ന അർജുനന്റെ കൊഴിഞ്ഞു വീണ് ആ ഒരു രോമം പോലും കൃഷ്ണനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുത്ത് ജപി വെച്ച് നോക്കിയപ്പോൾ അതാണ് ഉത്തമ ഭക്തന്മാരുടെ ഗുണം. കൃഷ്ണഭക്തി നിറഞ്ഞു തുളുമ്പാണ് അകത്തും പുറത്തും എല്ലാം. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാരെ നമ്മൾ എന്താ പറയാ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഗൈഡൻസ് അല്ലെങ്കിൽ അവരുടെ ശരണം പ്രാപിക്കുക വെച്ചാൽ അവരെ നമ്മുടെ ഗുരുവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ എന്താ പറയാ ഒരു രക്ഷകനായിട്ട് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ആ ഒരു കൃപ നമുക്ക് വളരെ എളുപ്പം ലഭിക്കും. നമ്മൾ സ്വന്തമായിട്ട് ശ്രമിക്കുന്നതിനേക്കാളും ഒരു ഉത്തമ ഭക്തന്റെ ശരണത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗൈഡൻസ് ഉള്ളപ്പോൾ നമുക്ക് ഭഗവാന്റെ കൃപ നമുക്ക് എത്രയും വേഗം ലഭിക്കും. ശ്രീമദ് ഭാഗവതത്തില് ദ്വിതീയ സ്കന്ധം 4-ാമത്തെ അധ്യായം 18-ാം ശ്ലോകം പറയുന്നുണ്ട്. കിരാതഹോണാന്ദ്ര പുളിന്ദ പുൽകശ ആഭീരശുംഭ യവനാഘസാദയം യനേജ പാപാ യതപാശ്രയാശ്രയ ശുദ്ധ്യന്തി തസ്മൈ പ്രഭ വിഷ്ണവേ നമഃ. കിരാതൻ, ഹൂണൻ, ആന്ധ്രൻ, പുളിന്ദൻ, പുൽക്കശൻ, ആഭീരൻ, ശുംഭൻ, യവനൻ, കസാദയൻ, ഇങ്ങനെയുള്ള ഇതൊക്കെ പറയുന്നത് ഈ എന്താ പറയാ വളരെ താഴ്ന്ന തലത്തിലുള്ള ബോധ നിലവാരമുള്ള ആൾക്കാരായിട്ടാണ് ഇതിൽ പറയപ്പെടുന്നത് ശാസ്ത്രങ്ങളിൽ. കിരാതൻ നമുക്കറിയാം അല്ലെ, അതേതൊക്കെ നാടുകളായിരുന്നു നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. എങ്കിലും കിരാതം എന്ന് പറഞ്ഞതാണ് കട്ടാളന്റെ അല്ലെ മനുഷ്യന്മാരെയൊക്കെ നരഭോജികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ, വളരെ താഴ്ന്ന ബോധ നിലവാരമുള്ള ആൾക്കാരാണ് നമ്മൾ ഈ പേരൊക്കെ പറയുന്നത്.
ഇത് അവരുടെ ബോധനിലവാരം, ഒരു പ്രത്യേക ഒരു വർഗമോ നമ്മൾ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് പൊതുവേ ആരൊക്കെയാണ് ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നത് അവരൊക്കെ ഈ താഴ്ന്ന നിലവാരമുള്ള ആൾക്കാരായിട്ടാണ് കരുതുന്നത്, ബോധ നിലവാരത്തിൽ. അല്ല, വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ ബോധ നിലവാരം. വലിയ കുലത്തിൽ ജനിച്ചാലും അല്ലെ, ഒരു പരുന്ത് എത്ര ഉന്നതി പറഞ്ഞാലും ചിലപ്പോൾ അതിന്റെ നോട്ടം താഴെ കിടന്ന് ചത്ത എലിയിലോ വല്ലതും ആയിരിക്കും അല്ലെ, എന്ന് പറയും പോലെയാണ്. എത്ര ഉയരത്തിരുന്നാലും അവരുടെ ബോധ നിലവാരം, വീക്ഷണം, ചിന്താഗതി ഇതൊന്നും ശരിയല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു ഉപയോഗം ഇല്ല എന്നാണ്. അപ്പോ ഈ ശ്ലോകം പറയുന്നത് ഇങ്ങനത്തെ താഴ്ന്ന നിലവാരം ബോധ നിലവാരമുള്ള ആൾക്കാര്, ഇവര് പോലും ഈ അന്വേഷ പാപ, ഇത് മാത്രമല്ല, ഇനി ഏത് തരത്തിലുള്ള പാപികളാണെങ്കിൽ തന്നെ യഥാ യഥാ അപാശ്രയാശ്രയ, എന്താ പറയാ, ഭഗവാനെ ആശ്രയിച്ചവരുടെ തൃപാദങ്ങളെ ആശ്രയിക്കുക എന്നാണ് അല്ലെ. അതായത് ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചവരെന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഭക്തന്മാർ, ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ഈ മഹത് വ്യക്തികൾ, മഹാത്മാക്കൾ, ശരിക്കും അവരാണ് മഹാത്മാക്കൾ എന്ന് പേരിന് അർഹതയുള്ളവർ, ഭഗവാന്റെ ഉത്തമ ഭക്തന്മാർ. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ പാദത്തെ ആശ്രയിച്ച ആൾക്കാരെ പോലും ശുദ്ധീകരിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ഉയർത്തുന്ന ബോധ നിലവാരം ഉയർത്തുന്ന, അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്ന അതാണല്ലോ, അന്ധകരണ ശുദ്ധിയാണല്ലോ ഈ ശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോധ നിലവാരം ഉയർത്താനായിട്ട് കഴിവുള്ള ആ വിഷ്ണുവിനെ, പ്രഭവിഷ്ണുവിനെ ഞാൻ, ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്നാണ്. അതായത് സ്വന്തം ഭക്തന്മാരെ ആശ്രയിക്കുന്നതോടുകൂടി നമുക്ക് ആ ഗുണം നൽകാൻ കഴിവുള്ള ആ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു. എത്ര വലിയ പാപിയാണെങ്കിലും അല്ലെ. നമുക്കറിയാം, നമ്മള് ഒരു ഭക്തന്റെ പാദത്തിൽ പിടിച്ചുകൊണ്ട് മാത്രം വേറെ ഒരു ഗുണവും ചെയ്യാത്ത, അല്ലെങ്കിൽ നല്ല സത്പ്രവൃത്തി ചെയ്യാത്ത ഒരാള് ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് മോക്ഷം കിട്ടി. അതാരായിരുന്നു? അതിൽ ഓർമ്മയുണ്ടോ? പറയാമോ? ഭഗവാനെ വിളിച്ചു വരുത്തിയത് ഒരു വ്യക്തി, പക്ഷെ ആ വ്യക്തിക്ക് അനുഗ്രഹം കിട്ടുന്ന മുമ്പ് തന്നെ ആ ഭക്തന്റെ പാദത്തിൽ പിടിച്ചിരുന്ന ഒരാൾക്ക് ആദ്യം മോക്ഷം കിട്ടി. ആരാണത്? ആരാ പറയൂ മാതാജി. പൂന്താനത്തിന്റെ ദാസിയാണോ? അങ്ങനെ ഒരു ദാസിയായിട്ടുള്ള, അത് കാല് പിടിച്ച ആളെ ഞാൻ പറഞ്ഞത്, പാദത്തിൽ പിടിച്ചിരുന്ന ആളെയാണ് ആദ്യം ഭഗവാൻ വന്ന് ക്ലൂ തരാം. ചക്രം കൊണ്ട് നക്രത്തെ മുറിച്ചു എന്നൊക്കെ പറയാം നമ്മള് അല്ലെ, ചക്രയുടെ മുതലയാ? അതെ, ആരാണ്? ഹുഹു അല്ലെ, ഹുഹു എന്ന ഗന്ധർവൻ. ആള് ചെയ്ത ഗുണം, നന്മ എന്താണ്? നല്ല കാര്യം എന്താണ്? ഗജേന്ദ്രനായിട്ടുള്ള മഹാഭക്തന്റെ പാദങ്ങളെ 1000 വർഷം പിടിച്ചിരുന്നുള്ള അത് ഉപദ്രവിക്കുകയാണെങ്കിൽ പോലും പാദം പിടിച്ചുപോയിട്ടാണ് ഭഗവാനാണ് കണക്കാക്കിയത് അല്ലേ. അപ്പൊ അറിയാതെ, അങ്ങനെ അറിയാതെ ചെയ്യുമ്പോ തന്നെ ഭഗവാൻ അത്രയും ഒരു കാരുണ്യം കാണിക്കുമെങ്കിലേ, അറിഞ്ഞുകൊണ്ട് ഒരു ഭക്തന്റെ തൃപ്പാദങ്ങളെ നമ്മൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഭഗവാൻ എന്തുമാത്രം നമുക്ക് അനുഗ്രഹം നൽകും അല്ലെ. അതുകൊണ്ട് ഭഗവാനോട് ശ്രീമദ് ഭാഗവതം പറഞ്ഞ യഥപാശ്രയാശ്രയ ശുദ്ധിതസ്മേ പ്രഭവിഷ്ണേ നമ എന്ന് പറയുന്നത്. അപ്പൊ ഈ ശുദ്ധഭക്തനായിട്ടുള്ള അർജുനനെ ശരണം പ്രാപിച്ചത് കാരണം ഈ ദാനവൻ എന്ന് വെച്ചാൽ ആരാണ്? അല്ലെ, അസുരന്മാരെ പോലത്തെ ആളാണ് അല്ലെ. ധനുവിന്റെ മക്കളാണ് ദാനവര്. കശ്യപന്റെ പുത്രന്മാരാണ് ധനുവിന്റെ മക്കള് ദാനവര്. അതിഥിയുടെ മക്കള് ദൈത്യന്മാര് അല്ലെ. അതിഥിയുടെ മക്കൾ ആരാണ്? ആതിഥേയന്മാരാണ്. ആരാണ് അതിഥിയുടെ മക്കള്? ദേവന്മാര് അല്ലെ, അമരന്മാരായിട്ടുള്ള ദേവന്മാർ. അവര് തിഥിയുടെ മക്കളാണ് അല്ലെ. അതിഥി മാതാവിന്റെ മക്കളാണ് ദേവന്മാര്. തിഥിയുടെ മക്കള് ദൈത്യന്മാര്. ധനുവിന്റെ മക്കള് ദാനവര്. അപ്പൊ ഈ ദാനവസില് ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ഒരാളായിരുന്നു. അതായത് നമ്മള് ദേവന്മാരെ പറ്റി പറയുമ്പോ ദേവശില്പി ആരാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. ആരാ ദേവശില്പി? വിശ്വകർമ്മ അല്ലെ. ആ വിശ്വകർമാവിന് തുല്യം ഉള്ള ഒരു വ്യക്തിയാണ് ദാനവന്മാരുടെ എന്താ പറയാ ശില്പി, അല്ലെങ്കിൽ ദാനവന്മാരുടെ വിശ്വകർമ്മ എന്നറിയപ്പെടുന്ന ആളായിരുന്നു ഈ മയൻ. ഈ മയൻ ഇവിടെ വസിച്ചിരുന്നത് ഗാന്ധിവനത്തിലാണ്. അങ്ങനെ ജീവൻ രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇതാണ്, അസുരനാണെങ്കിലും അയാളുടെ ഒരു നന്ദി സൂചകമായിട്ട് അയാൾക്ക് വലിയ ആഗ്രഹം, അർജുനന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ.
അർജുനൻ പറഞ്ഞു, ഞാൻ അത്ര വലുതായിട്ടൊന്നും ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. താങ്കൾ എന്തായാലും താങ്കളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പൊക്കോളൂ, കുടുംബത്തിലേക്ക് പൊക്കോളൂ. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലേ, പൊക്കോളൂ, അവരോട് കുടുംബക്കാരോട് പോയിട്ട് സന്തോഷമായിട്ട് ഇരിക്കും എന്ന് പറഞ്ഞ് അയക്കുമ്പോ ഇതിന് ഒട്ടും പോവാൻ മനസ്സില്ല, അല്ലെ? ഈ ഒരു നന്ദി, അല്ലെ, കടപ്പാടും ഈ ദാനവല്ലിലൂടെ കാണുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ പല മനുഷ്യരിലും നമ്മൾ ഇത് കാണുന്നുണ്ടോ? ഈ ഒരു കടപ്പാട്, നന്ദിയൊക്കെ? ഒരു സ്മരണ ഉണ്ടോ എന്തെങ്കിലും ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ? ഇല്ല. ഇല്ല. ഉപകാരം ചെയ്യില്ലെന്ന് മാത്രമല്ല, തിരിച്ച് നന്ദി ഇല്ലെന്ന് മാത്രമല്ല, വേണമെങ്കിൽ സമയം കിട്ടുമ്പോൾ തക്കം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യും നമുക്ക്. അതാണ് മനുഷ്യ. അപ്പൊ മനുഷ്യന്റെ ഇന്നത്തെ നിലവാരം ഒരു ദാനവനെക്കാളും, അല്ലെ, അസുരനെക്കാളും ഒക്കെ താഴ്ന്ന നിലവാരത്തിലാണ് നമ്മുടെ ഈ മനുഷ്യന്മാരുടെ അവസ്ഥ. പ്രഭു എപ്പോഴും പറയാറുണ്ട്, സത്യയുഗത്തിലൊക്കെ ദേവന്മാർ അസുരന്മാർ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു? 2 ഗ്രഹങ്ങളിലായിരുന്നു, അല്ലെ, 2 ലോകങ്ങളിലായിരുന്നു. ത്രേതായുഗത്തിലായപ്പോഴോ 2 രാജ്യങ്ങളിൽ. ദ്വാപരായപ്പോഴോ ഒരേ കുടുംബത്തിനകത്ത് തന്നെ, അല്ലെ, ഒരേ വംശത്തിൽ തന്നെ വന്നു, അല്ലെ? ആരൊക്കെയാണത്? വീട്ടിലുള്ളവർ. രണ്ടുപേരും പാണ്ഡവരുടെ മക്കളും അവരുടെ മക്കളും, അല്ലെ? ഞാൻ പറയുന്നത് അവരുടെ കുലം കൊണ്ടല്ല, അവരുടെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെ, ഒരു കുടുംബത്തിൽ തന്നെ ജനിച്ചു, അല്ലെ, അസുരന്മാരും ദേവന്മാരും. കലിയുഗായപ്പോഴോ എന്ത് സംഭവിച്ചു? കലിയുഗായപ്പോഴ് ദേവനും അസുരനും ഒരാളുടെ ഉള്ളിൽ തന്നെ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ആയി, അല്ലെ? രാവിലെ ഒരാൾ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി ഒരു പച്ച, ചുവപ്പ്, മഞ്ഞ, നീല കുറിയൊക്കെ ഇട്ട്, ഒരു ഭസ്മൊക്കെ ഇട്ട് വിഭൂതിയൊക്കെ അടിച്ച് നടുക്ക് ചുവന്ന പൊട്ടും വെച്ച് കുങ്കുമം ഒക്കെ വെച്ച് നടക്കും. വൈകുന്നേരം ആകുമ്പോൾ ഈ ആൾ എന്താണ്? മിക്കവാറും 4 കാലിലായിരിക്കും തിരിച്ചു വരവ്, അല്ലെ? അപ്പൊ അസുരനും ദേവനും ഒരു വ്യക്തി തന്നെ അപകടം തുടങ്ങിയെന്ന് പറയണം. അപ്പോ നമ്മൾ തന്നെ പല സമയത്തും അസുരന്മാരെ പോലെ പെരുമാറാറുണ്ട്. ചില സമയത്ത് അപൂർവമായിട്ട് ദേവന്മാരെ പോലും പെരുമാറും. അപ്പൊ ഈ മയദാനവന് ദാനവനായിട്ടും ഒരു നന്ദി സൂചകമായിട്ട്, നന്ദി, ആ ഒരു കൃതജ്ഞത പ്രകടിപ്പിച്ചേ പറ്റൂ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളേ. അർജുനൻ പറഞ്ഞു നോക്കി, വേണ്ട, ആവശ്യമില്ല, താങ്കൾ പൊക്കോളും പറഞ്ഞു. പക്ഷേ ഇല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ അർജുനൻ, കൃഷ്ണൻ കൂടെ ഉണ്ടല്ലോ, കൃഷ്ണൻ എന്താ ചോദിക്കേണ്ടത്, ഞാൻ ഇദ്ദേഹം ഒരിക്കലും കൂട്ടാക്കുന്നില്ല, എന്താ ചെയ്യാൻ? കൃഷ്ണൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമ്മുടെ യുധിഷ്ഠിരന് വേണ്ടിയിട്ട് നല്ലൊരു സഭാമണ്ഡപം, രാജസഭ, അസംബ്ലി ഹാളൊന്ന് നല്ല ഭംഗിയായിട്ട്, ഈ ലോകത്ത് മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അസംബ്ലി ഹാൾ ഉണ്ടാക്കി തരാൻ പറഞ്ഞു, സഭ. അപ്പൊ ഈ നമ്മളിപ്പം കടക്കുന്നത് 2ാമത്തെ പർവ്വത്തിലേക്കാണ്, സഭാപർവം എന്നതിന് പേര്. സഭാപർവ്വത്തിൽ നമ്മൾ കടക്കുകയാണ്. ആദ്യപർവ്വത്തിന് പതുക്കെ ഒരു ബ്രിഡ്ജ് ഇട്ട് നമ്മളൊരു പാലത്തിലൂടെ നമ്മൾ സഭാപർവ്വത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. സഭാപർവ്വത്തിന്റെ ആ രണ്ടിടയ്ക്കുള്ള ഒരു എന്താ പറയാ, പാലത്തിൽ നിൽക്കുകയാണ് നമ്മൾ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇപ്പൊ നമ്മൾ ഉടൻ തന്നെ സഭാപർവ്വത്തിൽ കയറും, ആ ഒരു ബ്രിഡ്ജ് വഴി, പാലം വഴി. നമ്മൾ മയദാനം എന്നുള്ള പാലത്തിൽ കൂടെയാണ് കയറുന്നത് അങ്ങോട്ട്. കാരണം മയൻ അവിടെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്, ആഗ്രഹങ്ങൾ ചോദിക്കണം. സഭാപർവ്വത്തിൽ എത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അർജുനന് പ്രതിപാദനം ചെയ്യാനുള്ള ഒരു ആഗ്രഹം അർജുനന് വേണ്ടി ചെയ്യാനായിട്ട്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ശരി, ഇങ്ങനെ ഒരു സഭാമന്ദിരം ഉണ്ടാക്കുക, ലോകത്തില് ഇതുവരെ ആരും ഈ ഭൂമിയിൽ കണ്ടില്ല, അത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സഭാമണ്ഡപം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് സമ്മതിച്ചു. ബ്രാഹ്മണരെ വിളിച്ചു, ആചാരത്തോടുകൂടി സ്ഥാനം കണ്ടു, അല്ലെ, കുറ്റിയടിക്കലൊക്കെ നടന്നു. ഈ സമയത്ത് കൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകാൻ സമയമായി. അങ്ങനെ കൃഷ്ണൻ രഥത്തിലേക്ക് കയറി. ഇത് കയറിയപ്പം ഈ പാണ്ഡവർക്ക് അതിയായ ദുഃഖം, കാരണം കൃഷ്ണനെ പിരിയാൻ വയ്യ. അവർക്കറിയാം ഇത് തങ്ങളുടെ അമ്മാവന്റെ മകൻ മാത്രമല്ല, പിന്നെ ആരാണ് തങ്ങളുടെ അമ്മാവന്റെ മകൻ മാത്രമല്ല, പിന്നെ ആരാണെന്ന് അവർക്കറിയാം, പരമദിവ്യോത്തമ പുരുഷൻ. ആണ്. ഗോപികമാര് പറയുന്നത് എന്താണ്? പരമദിവ്യോത്തമ പുരുഷൻ. ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക്. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് പ്രഭു. ഗോപികാഗീതത്തിൽ, അല്ലെ, വളരെ ഭംഗിയായിട്ട്, എനിക്ക് പാടാനറിയില്ല, വളരെ ഭംഗിയായിട്ട് പാടാറുണ്ട് എല്ലാവരും, അല്ലെ? നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. അങ്ങ് ആരാണ്? അങ്ങ് വെറും ഗോപിക
അതായത് യശോദമ്മയുടെ പുത്രനല്ല, അങ്ങ് സാക്ഷാൽ ഗോലോകപതിയായിട്ടുള്ള സാക്ഷാൽ ആദിപുരുഷനായിട്ടുള്ള ഭഗവാൻ, ഗോലോകാധീശനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ തന്നെയാണെന്ന് ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അവര് ഈ പാതിരാത്രിയിൽ വേണുഗാനം കേൾക്കുമ്പോഴേക്ക് ഇറങ്ങി ഓടുന്നത്. അല്ലാതെ നമ്മളിന്ന് ദുർവ്യാഖ്യാനം ചെയ്യും പോലെ, നമ്മുടെ ആൾക്കാർ ചെയ്യും പോലെ അവർ വേറൊരു ആഗ്രഹത്തിനോ അല്ലെങ്കിൽ കാമപൂർത്തീകരണത്തിന് വേണ്ടി ഓടുന്ന ആൾക്കാരല്ല. സാക്ഷാൽ പരമപുരുഷൻ എന്ന് വിളിക്കുമ്പോൾ പോയല്ലേ പറ്റൂ അല്ലേ? ഓരോ ജീവാത്മാവിന്റെയും പരമലക്ഷ്യം എന്താണ്? ആ പരമപുരുഷന്റെ അടുത്തേക്ക് ചെല്ലുക, അദ്ദേഹത്തിന് സേവിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലേ? മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഏകലേശ്വര കൃഷ്ണ സഭാരഭൃത്യ ജീവിത സ്വരൂപ കൃഷ്ണേര നിത്യദാസ. ഇതൊക്കെയാണ് നമ്മള് ആചാര്യന്മാര് ഭഗവാൻ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോ ആ ഒരു പരമമായിട്ടുള്ള ദൗത്യം നിറവേറ്റാനായിട്ടാണ് ആൾക്കാർ ഓടുന്നത് ഈ വേണുഗാനം കേൾക്കുമ്പോൾ, ഗോപികമാര്. അല്ലാതെ അദ്ദേഹം ഒരു പരപുരുഷനെ കാണാനുള്ള ഒരു എന്താ പറയാ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ഓടുന്നൊന്നും അല്ല അവര് പാതിരാത്രിയിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കാണുക എന്നാണ് പരമമായ യോഗം. എന്താണ് യോഗ എന്ന് വെച്ചാൽ? എന്താണ്? പരമപുരുഷനായിട്ടുള്ള ഒരു കൂടിച്ചേരൽ, ഭഗവാനായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കലിനാണ് യോഗ പ്രക്രിയ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ജീവാത്മാവും പരമാത്മാവുമുള്ള ബന്ധത്തെയാണ് നമ്മൾ സ്വരൂപം എന്ന് പറയുന്നത്. ഈ ബന്ധത്തെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ് സ്വരൂപസിദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വരൂപസിദ്ധി നേടിയ ആൾക്കാരാണ് ഈ ഗോപികമാര്. അല്ലാതെ നമ്മൾ പറയും പോലെ, നമ്മുടെ ആൾക്കാർ പറയും പോലെ ഒരു രീതിയിലല്ല അതൊന്നും. അപ്പൊ ഇവർക്കും അറിയാം ഞങ്ങളുടെ അമ്മാവന്റെ മകൻ മാത്രമല്ല ഇത്, സാക്ഷാൽ പരമ ദിവ്യത്വ പുരുഷനായിട്ടുള്ള കൃഷ്ണൻ തന്നെയാണ്, ഗോലോകാധീശനാണെന്ന് അറിയാം അവർക്ക്. ഭഗവാനെ പിരിയാനൊരു, ഭഗവാൻ എപ്പോഴും എല്ലായിടത്തും ഉണ്ടെങ്കിലും വ്യക്തിരൂപത്തിൽ കൂടെ ഉള്ളപ്പോൾ അതൊരു കൂടുതൽ ഭംഗിയല്ലേ, ഒരു സന്തോഷമല്ലേ. നമുക്കറിയാം, നമ്മൾ ഗുരു മഹാരാജൊക്കെ വന്നിട്ട് പോകുമ്പോൾ നമുക്കറിയില്ല എന്തുമാത്രം നമ്മൾക്ക് ആ ഒരു 2-3 ദിവസം കൂട്ടി വന്നിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. അല്ലെങ്കിൽ സീനിയർ ഡിവോട്ടീസ് വന്നിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ശൂന്യത ഫീൽ ചെയ്യും നമുക്ക്. ഹൃദയം ശൂന്യമാണ്, ഹൃദയത്തിൽ ഒന്നും ഇല്ലാത്ത ഒഴിഞ്ഞൊരവസ്ഥ, എന്ത് ചെയ്യണം ഇനി എന്നറിയാത്തൊരവസ്ഥ. അങ്ങനെ ഇവർക്കും അങ്ങനെ ഇത്രയും നാൾ ഭഗവാനോട് എന്നിട്ട് ഭഗവാൻ അങ്ങ് പോകുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുന്നവർക്ക്. ഭഗവാൻ എന്നിട്ടും യാത്ര പറഞ്ഞു. കുന്തി മഹാറാണി അമ്മായിയാണല്ലോ, അമ്മായിയോട് നമസ്കരിച്ചു. ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ ആണെങ്കിലും മനുഷ്യനായിട്ട് ഭഗവാൻ മനുഷ്യരൂപത്തിലേക്ക് വന്ന ഭഗവാൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, നല്ലൊരു വ്യക്തി മഹാത്മാ എങ്ങനെ ആയിരിക്കണം എന്ന് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ. ഒരു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം, ഒരു പുത്രൻ എങ്ങനെ ആയിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണം അല്ലെ, ഒരു മുതിർന്നവരോട് പ്രായം കുറഞ്ഞ ആൾ എങ്ങനെ. ഭഗവാൻ എന്താ പറയാ, അജനാണ്, അവ്യയനാണ് എങ്കിലും ഈ മനുഷ്യനായിട്ട് മായാമാനുഷ്യ രൂപത്തിൽ ധരിക്കുമ്പോൾ ഭഗവാൻ ഇതൊക്കെ കാണിച്ചല്ലേ പറ്റും. പൂർണ്ണ രൂപത്തിൽ ഭഗവാൻ കാണിച്ചല്ലേ പറ്റും. അതുകൊണ്ട് ഭഗവാനാണ് ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത്. ശരിക്കും ഭഗവാൻ തന്നെയാണ്, വേറെ ആരുമല്ല. കാരണം ഭഗവാൻ ഏത് രൂപം എടുത്താലും അതിന്റെ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് 100% ഭഗവാൻ അതിനോട് നീതി പുലർത്തി മാത്രമേ ഒരു രൂപം ഭഗവാൻ സ്വീകരിക്കാറുള്ളൂ. അങ്ങനെ ഇവിടെ മായാമാനുഷ്യനായിട്ട് വന്നപ്പോഴും ഭഗവാൻ എന്ത് ചെയ്തു? യഥാർത്ഥ മനുഷ്യനല്ല, മനുഷ്യനും തോന്നിപ്പിക്കുന്ന രൂപത്തിൽ നമ്മളെ കണ്ണിൽ സാധാരണ ഒരു ഭൗതിക രൂപം തോന്നിക്കുന്ന മാറ് ഭഗവാൻ വന്നു. ഭഗവാന്റെ ദിവ്യമംഗല ശരീരം അപ്രാകൃതമാണ്, പ്രാകൃതമല്ല, പ്രകൃതിയിലുള്ളതല്ല, പ്രകൃതിക്ക് അപ്പുറം ഉള്ളതാണ്. അപ്പൊ ആ ദിവ്യമംഗല രൂപം ഇവിടെ വന്നപ്പോ മണ്ടന്മാര് അല്ലെങ്കിൽ വിഡ്ഢികൾ ചിന്തിച്ചു, ഇത് സാധാരണ ഏതൊരു മനുഷ്യനാണ്, ഏതോ യോഗപ്രക്രിയകൾ, യോഗേശ്വരൻ എന്ന് പറയുന്നതുകൊണ്ട് കൃഷ്ണൻ യോഗേശ്വരനാണ്. അപ്പൊ യോഗപ്രക്രിയയിലൂടെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ മനുഷ്യൻ ഭഗവാനായിട്ട് മാറി. അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അല്ല ഇത് മഹാനായ ചരിത്ര പുരുഷനായെന്ന് പറയുന്നവരുണ്ട്, അല്ല വേറെ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അവിടെ നിൽക്കട്ടെ. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആർക്കുണ്ടായിരുന്നു? ഈ പാണ്ഡവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാന്റെ ദേഹത്തിൽ കയറിയപ്പോൾ യുധിഷ്ഠിരൻ കൂടെ ചാടിയും കയറി. എന്നിട്ട് ദാരുകന്റെ കയ്യിൽ നിന്ന് കടിഞ്ഞാണ് മേടിച്ചു ഇദ്ദേഹം രഥം തെളിക്കാന്ന് പറഞ്ഞിട്ട്. ആ സ്നേഹത്തിന്റെ ആ ഒരു ഇതാണ്, ഭഗവാനുള്ള സ്നേഹം കാണിക്കണം. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, ഭഗവാൻ വിട്ടുപോവാണ്. ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ഒരു ദുഃഖവുമില്ല, ഒരു വിഷമവുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു ശ്ലോകം നമ്മൾ മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു. കുന്തിദേവിടാവരുത് ജാതുഷം ഹൃതമാസാദ്യ മയാ പ്രാപ്തം ച കേശവ ആരേണ ചാഭിനജ്ഞാത്വം കുന്തി ഭോജേന അനഘാം ത്വയാ നാഥേന ഗോവിന്ദ ദുഃഖം തീർണം മഹത്തരം തം ഹീന നാദസ്ത്വ അനാഥാനാം ദരിദ്രാണാം വിശേഷതഃ സർവദുഃഖാനി ശമ്യന്തി തവ സന്ദർശനാൻ മമ. ഭഗവാനെ അവിടുത്തെ തിരുവടിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖം ദുരിതവും ഒന്നുമില്ല. ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളൊന്നും എൻ്റെ പിതാവിന് പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ല. അങ്ങാണ് ഞങ്ങളുടെ സർവ്വ ആശ്രയം. ത്വയാനാഥേന ഗോവിന്ദ, ഗോവിന്ദ അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം. ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങ് ഉള്ളപ്പോ ദുഃഖമില്ല,
ദുഃഖങ്ങൾ നമുക്ക് ആ ദുഃഖങ്ങളെ ഞങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നുണ്ട്. മഹത്തരമായിട്ട് ദുഃഖങ്ങളാണ്, ചെറിയ ദുഃഖങ്ങളല്ല. തംഹിനാഥസ്ത്വ അനാഥാനം, അങ്ങ് അനാഥന്മാരുടെ നാഥനാണ്, ദരിദ്രന്മാരുടെ നാഥനാണ്, വിശേഷിച്ച് ദരിദ്രന്മാരുടെ അകിജനന്മാരുടെ ധനമാണങ്ങ് എന്ന് കുന്തിദേവി പറയുന്നുണ്ട് അല്ലേ. ത്വം അകിഞ്ചന ഗോചരം എന്നൊക്കെ കുന്തിരാണി മഹാറാണി പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഭഗവാൻ പോകുമ്പോൾ എന്തുമാത്രം ദുഃഖമായിരിക്കും അവർക്ക്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ കാണിക്കുന്ന ഒരു ഫോർമാലിറ്റി അല്ല. നമ്മൾ ആൾക്കാർ ഒരു ഗസ്റ്റ് പോകുമ്പോൾ നമ്മൾ പെട്ടി തരും, ഞാൻ വെച്ചേക്കാം, അല്ലെ ഞാൻ അതൊക്കെ ചിലപ്പോൾ ഒരു ഫോർമാലിറ്റി നമ്മൾ ചെയ്യും. പക്ഷേ ഇവിടെ യുധിഷ്ഠിരൻ ആ രഥത്തിലേക്ക് ചാടിക്കയറി കടിഞ്ഞാൻ ഏറ്റുവാങ്ങാണ്. അർജുനൻ എന്ത് ചെയ്തു? അർജുനൻ കയറി. അർജുനൻ കയറിയിട്ട് എന്ത് ചാമരം വേഷം തുടങ്ങി ഭഗവാന്. അങ്ങനെ ബന്ധുക്കളോടൊക്കെ ഇങ്ങനെ പറഞ്ഞ് പതുക്കെ പതുക്കെ രഥം ഇങ്ങനെ യാത്ര ആരംഭിച്ചു. രഥം തെളിക്കുന്നത് ഇപ്പോ യുധിഷ്ഠിർ മഹാരാജാവാണ് അല്ലെ. മഹാരാജ് ചക്രവർത്തി തുല്യനാണ് അദ്ദേഹം. വന്നിട്ട് അന്നൊക്കെ രഥം തെളിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ്? ശൂദ്രന്മാരുടെ ജോലിയാണ്. അത് ചെയ്യാണ് ഭഗവാൻ വേണ്ടി. ഭഗവാൻ വേണ്ടി ചെയ്യുമ്പോൾ അതൊന്നും ഒന്നും അല്ല. ഏത് കർമ്മം നമ്മൾ ഭഗവാൻ വേണ്ടി ചെയ്യുന്നോ അതെല്ലാം അതിമഹത്തരങ്ങളും അത്യുജ്വലമായിട്ടുള്ള ഒരു മഹത്വത്തിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകും. ഏതായാലും ശാസ്ത്രവും ആചാര്യന്മാരും പറയുന്ന അനുസരിച്ച് ഭഗവാന്റെ സേവനം ഏത് ചെയ്താലും നമ്മുടെ തോന്നിയവസ്ഥനല്ല, ശാസ്ത്രങ്ങളും ഭഗവാനും പറയുന്ന പോലെ നമ്മൾ ആചാര്യന്മാരും പറയുന്ന പോലെ ചെയ്താലും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സേവനം ചെയ്യുമ്പോൾ നമ്മളുടെ ഖ്യാതിയും പ്രശസ്തിയും ഒക്കെ ഉയരും. നമ്മുടെ മഹത്വം എല്ലാം 10 മടങ്ങ് അല്ലെങ്കിൽ 1000 മടങ്ങ് വർദ്ധിക്കും ഈ ഭഗവാനെ അങ്ങനെ സേവിക്കുമ്പോൾ. അപ്പൊ യുധിഷ്ഠിര മഹാരാജാവ് രഥം തെളിക്കുകയാണ്, അർജുനൻ ചാമരം വീശിയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ രഥം ചലിച്ചു തുടങ്ങി. ഏകദേശം നഗരപ്രാന്തത്തിലെത്തുമ്പോ, ഒരു അതിർത്തിയിലെത്തുമ്പോ എന്തായാലും തിരിച്ചു പോയല്ലേ പറ്റും, ഭഗവാന്റെ കൂടെ പോകാൻ പറ്റില്ല അവർക്ക്. അങ്ങനെ എല്ലാവരും വളരെ ദുഃഖത്തോടു കൂടി ഭഗവാൻ വീണ്ടും ഇറങ്ങി എല്ലാവരോടും ഒന്നുകൂടെ ഒന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് രഥം അങ്ങനെ ഭഗവാനോട് ഒരുപാട് എന്താ പറയാ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അയക്കുന്നവര്. അങ്ങനെ സമ്മാനങ്ങളും കൊണ്ട് എല്ലാം സ്വീകരിച്ച് ഭഗവാൻ ഇങ്ങനെ മറ്റ് യാദവ പ്രമാണിമാരോടൊപ്പം ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് യാത്രയാകുകയാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാൻ യാത്രയായി. അതിനുശേഷം ഈ മയദാനവൻ വീണ്ടും അർജുനോട് പറയാണ്, നമുക്ക് അടുത്ത് പണി തുടങ്ങണം അല്ലെ. നമ്മൾ സാറിനെ പണി ഏൽപ്പിച്ച അങ്ങനെയല്ല, മുതലാളി പണി തുടങ്ങണം നമുക്കിനി അല്ലെ എന്ന് പറയും പോലെ പണി തുടങ്ങണം ഇനിയിപ്പം. ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഇവരുടെ അത്രയും വലിയ ധനം, അത്രയ്ക്കുള്ള ഒരു ധനവും വേണം അല്ലെ. നമുക്കതിൽ എത്ര വലിയ പണക്കാരായാലും ഒരു വലിയ സംഭവം നമ്മളുണ്ടെങ്കിൽ ലോണൊക്കെ എടുക്കും നമ്മൾ അത്യാവശ്യം അല്ലെ. എന്ന് പറയും പോലെ സാമ്പത്തികം വേണമല്ലോ, ഫണ്ട് വേണമല്ലോ. അങ്ങനെ ഈ മയൻ പറയാണ്, ഇത്രയും ഭഗവാൻ പറഞ്ഞ ഒരു വിധത്തിലുള്ള ഒരു ഭഗവാൻ വിവരിച്ച തരത്തിലുള്ള ഒരു സഭാമണ്ഡപം പണിയണമെങ്കിൽ അത്യധികം കാശ് ആവശ്യമുണ്ട്, ധനാവശ്യമുണ്ട്. ഈ ധനം എങ്ങനെ നേടാം എന്ന് മയൻ തന്നെ പറയാണ്. കുറച്ച് ഈ കൈലാസത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് ബിന്ദു എന്നൊരു തടാകമുണ്ട്. വിന്ധ്യ അല്ല, ബിന്ദു തടാകം. ബിന്ദു എന്ന് പറഞ്ഞ മൈനാക ശിഖരത്തിനടുത്തായിട്ടാണ് ഈ ബിന്ദു തടാകം ഉള്ളത്. അവിടെ പണ്ടൊരു ദാനവ രാജാവ് ഉണ്ടായിരുന്നു, പേര് വൃഷപർവൻ എന്നാണ് പേര്. അദ്ദേഹം അവിടെ താമസിച്ചിരുന്നു. അദ്ദേഹം അവിടെ എന്താ പറയാ ധാരാളം യജ്ഞങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് വളരെ വിശേഷപ്പെട്ട സ്ഥലമാണ്. അവിടെ ദേവേന്ദ്രൻ അവിടെ 1000 അശ്വമേധമൊക്കെ അവിടെ അനുഷ്ഠിച്ചിരുന്നു. ഭഗീരഥൻ അവിടെയാണ് ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്ന തപസ് ചെയ്ത സ്ഥലമൊക്കെ ആ ഒരു ഭാഗത്താണ്. അങ്ങനെ ഈ വൃഷപർവന്റെ ആ കൊട്ടാരത്തിന് ഉള്ള സ്ഥലത്ത് ഒരുപാട് ധനം സമ്പത്ത് ഇങ്ങനെ അവിടെ ഉപേക്ഷിച്ചിരുന്നു ആ പർവ്വതത്തിന്റെ അവിടെ. അത് ഈ ദാനവനായതുകൊണ്ട്, ഇത്ര ദാനവ പ്രമാണി ആയതുകൊണ്ട് ഇതിനറിയാം ഇത് എവിടെയാണ് അല്ലെ. ഇവിടെ ഇതൊക്കെ നമുക്കിന്ന് നമ്മുടെ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയൊക്കെ സീക്രട്സ് അവരുടെ വളരെ അടുത്ത ആൾക്കാർക്ക് അറിയായിരിക്കും എന്ന് പറയും പോലെ ഈ മയനും അറിയാം ഇതൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ പറയാ മരിച്ചുപോയി എങ്കിലും അവിടെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഈ വൃഷപർവന്റെ കൊട്ടാരം ഇരുന്ന സ്ഥലത്ത് അവിടെ പോയിട്ട് മയൻ, അവിടെ ഒരു തടാകം ഉണ്ടായിരുന്നു. ആ തടാകത്തില് ആ ഞാൻ പറഞ്ഞു ബിന്ദു തടാകം എന്ന് പറയാം. ആ തടാകത്തിന്റെ ഉള്ളില് വിശേഷപ്പെട്ട 2 വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഒന്നൊരു 1,00,000 ഗതകൾക്ക് സാധാരണ ഗതകൾക്ക് തുല്യമായിട്ടുള്ള ശക്തിയുള്ള ഒരു വിശേഷപ്പെട്ട ഗത. ഇനിയൊന്ന് ഒരു ദേവദത്തം എന്ന് പേരുള്ള ഒരു ശംഖ്. അവിടുന്ന് ഈ വസ്തുക്കള് ഈ എന്താ പറയാ സമ്പത്തും എല്ലാം അദ്ദേഹം ലോഡ് ചെയ്തു.
കൊണ്ടുപോവാണ്. അതിനോടൊപ്പം തന്നെ ദേവദത്തം എന്ന ശംഖും ഈ 1,00,000 ഗതകൾക്ക് തുല്യമായിട്ടുള്ള ഒരു ഗതയും, അത്ര ശക്തിയുള്ള ഒരു ഗതയും അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോയിട്ട് ദേവദത്തം ആർക്ക് കൊടുത്തു? ആർക്കെങ്കിലും പറയാമോ? ദേവദത്തം എന്ന ശംഖ് ആർക്ക് കൊടുത്തു കാണും? കൊടുത്തായിരിക്കും മയൻ? അർജുന. അർജുനന്. ദേവദത്തം അല്ലെ? ദേവദത്തം ഋഷികേശ അല്ലെ? ആ ശ്ലോകം ഓർമ്മയുണ്ടോ? ദേവദത്തം ധനഞ്ജയ അല്ലേ? ധനഞ്ജയനായിട്ടുള്ള അർജുന ദേവദത്തം, അർജുനന്റെ ശംഖാണ് ദേവദത്തം. ആ ഗത ആർക്ക് കൊടുത്തായിരിക്കും അപ്പോ? ഭീമന് കൊടുത്തു. കാരണം ഭീമൻ ഗതായുധത്തിൽ പ്രമാണിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഗത ഭീമനും കൊടുത്തു. അപ്പൊ അങ്ങനെ വേണ്ട, അപ്പൊ ഫണ്ട് റെഡിയായി അല്ലേ? അടുത്തിന് പണി തുടങ്ങണം. അങ്ങനെ പണി തുടങ്ങാനായിട്ട് അത് കോൺട്രാക്ട് ആൾക്കാർ വിളിക്കും പോലെ ഈ മയദാനവൻ ഒരു 8,000 കിങ്കരന്മാരെന്ന് പേരുള്ള പണിക്കാരവിടെ വന്നു. അങ്ങനെ ഒരു 14 മാസം കൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഈ സഭാമണ്ഡപം പണിയിച്ചു. അങ്ങനെ പണി കഴിഞ്ഞു. യുധിഷ്ഠിരൻ ആ 10,000 ബ്രാഹ്മണരെ വിളിച്ചു. അവർക്ക് വേണ്ട പൂജ മറ്റു കാര്യങ്ങളും ഈ ഗസ്റ്റുകളെയൊക്കെ വിളിച്ചു. അവിടെ അവർക്ക് കൊടുത്ത് ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തു. അന്നത്തെ കാലത്ത് ബ്രാഹ്മണ ഭോജനം, ബ്രാഹ്മണദാനം വളരെ ഏതൊരു ചടങ്ങിന്റെയും ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗമായിരുന്നു അന്ന് കാലഘട്ടത്തിൽ. അങ്ങനെ ഗംഭീരമായിട്ട് ഈ ഒരു അവിടെ ആ ഒരു ആസനത്തില് യുധിഷ്ഠിര മഹാരാജാവ് ഭൂയിഷ്ഠനായി. ഒരുപാട് രാജാക്കന്മാരും മറ്റു ബ്രാഹ്മണരും പ്രമുഖന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. സഭാമണ്ഡപം അതിമനോഹരമായിരുന്നു എന്ന് പറയണം. അതിമനോഹരം. ഈ മണ്ഡപം എന്താ പറയാ, ഈ മണ്ഡപം വളരെ സ്വർണം കൊണ്ടും വൈരം കൊണ്ടും ഒക്കെ ഇങ്ങനെ വളരെ മനോഹരമായിട്ടാണ് മയൻ നിർമ്മിച്ചത്. ദാനവന്മാരുടെ വിശ്വകർമ്മ എന്ന് പറയുമ്പോൾ വിശ്വകർമ്മന്റെ അത്രയും ഒരു ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കുമല്ലോ. അപ്പൊ അത്രയും നന്നായിട്ട് ചെയ്തു. വളരെ വളരെ ഭംഗിയായി ചെയ്തു. വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്ന ആ ഒരു മണ്ഡപത്തിനെ പറ്റിയിട്ട്. അതിവിസ്തരമായ മണ്ഡപം. അത് ഈ സൂര്യന്റെ പ്രകാശം അടിക്കുമ്പോൾ അത് തീ കത്തും പോലെ ജ്വലിക്കും എന്നാ പറയണത്. അതിന്റെ ആ പ്രഭ. അതിന്റെ ഒത്ത നടുവിലൊരു താമരക്കുളം. ആ കുളത്തില് നാനാവിധമായിട്ടുള്ള ജല പക്ഷികള് അവിടെ അതിനകത്ത് നീരാടുകയും അവിടെ കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ഭംഗിയായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിക്കുകയും അരണ്യങ്ങളും അല്ലെ, അങ്ങനെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സഭാമണ്ഡപം. അങ്ങനെ എല്ലാവർക്കും വേണ്ട പോലെ ദക്ഷിണയും വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കൊടുത്ത ശേഷം അങ്ങനെ അദ്ദേഹം ഇരിക്കുന്നതിനെ പറ്റി ബ്രഹ്മാവ് തന്റെ സഭയിൽ ഇരിക്കുന്ന പോലെയാണ് അവിടെ പ്രതീതി ഉണ്ടായത്. മറ്റു ദേവന്മാരും ചാരണ ഗന്ധർവന്മാരും അല്ല, അതായത് ബ്രഹ്മാവിന്റെ സദസ്സിലെ ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് ഋഷിമാരും അക്കൂട്ടത്തിൽ അവിടെ ബ്രഹ്മാവ് എങ്ങനെ ഇരുന്നോ അതേപോലെ തോന്നി എന്നാ പറയണത്. ആ സഭാമണ്ഡപത്തിലെ ആ ഉന്നതമായ ആസനത്തില്, സിംഹാസനത്തില് യുധിഷ്ഠിരന്മാർ ഇരുന്നപ്പോൾ ബ്രഹ്മാവ് സ്വന്തം സഭയിൽ ഇരിക്കുന്ന പോലെ ഒരു പ്രതീതി ഉണ്ടായെന്നാ പറയണം വ്യാസദേവൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ ആ സന്ദർഭത്തില് ദേവർഷി നാരദൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഗുരുവാണ്, ആചാര്യനാണ്, ഭക്തിമാർഗത്തിന്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. ആ നമ്മൾ സാധാരണ നാട്ടിലൊക്കെ നാരദമുനി വളരെ മോശമായിട്ടാണ് പല എന്താ പറയാ കാർട്ടൂണായിട്ടും അല്ലെങ്കിൽ വളരെ എന്താ പറയാ വല്ല കോമഡി കഥാപാത്രമായിട്ടൊക്കെയാണ് പലയിടത്തും പലരും കാണിക്കുന്നത്. പക്ഷെ അല്ല, അത് വലിയൊരു അപരാധമാണ്. അദ്ദേഹം സാക്ഷാൽ ഗുരുപരമ്പരയുടെ ആദ്യത്തെ കണ്ണിയാണ് അല്ലെ. തുടക്കത്തിലുള്ള ആചാര്യനാണ് അദ്ദേഹം. ഭക്തിമാർഗത്തിന്റെ പിതാവ്, ഭക്തിപ്രചാരകനാണ്. ഭഗവാന്റെ നാമം, തിരുനാമം എവിടെയും ഒരു തടസ്സമില്ലാതെ പോയിട്ട് പറയുന്ന ആളാണ്, പ്രചരിപ്പിക്കുന്ന ആളാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് നാരദർക്ക് പറയണമെങ്കിൽ. ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഗുണഗണങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് ഈ നാരദൻ. സദാ ഭഗവാന്റെ നാമം, ഭഗവാനെ സദാ ചുമന്ന് നടക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭഗവാനെ സദാ ഹൃദയത്തിൽ ചുമന്ന് നടക്കുന്ന ഒരു മഹാഭക്തനാണ്. മറ്റുള്ളവരുടെ വൈഷ്ണവന്റെ ഗുണം എന്ന് വെച്ചാൽ പരദുഃഖ ദുഃഖി, മറ്റുള്ളവർക്ക് സുഖം ഉണ്ടാവണം, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവണം, ഭീഷണത്തോടെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ദേവന്മാർക്കോ അസുരന്മാർക്കോ അഹങ്കാരം ഉണ്ടാകുമ്പോഴത്തേക്കും ആ അഹങ്കാരത്തിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുക. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള സേവനങ്ങൾ, ഭഗവാൻ ഏൽപ്പിച്ച സേവനങ്ങൾ ഇതൊക്കെയാണ്. ഭഗവാന്റെ അവതാരങ്ങൾ എത്രയും വേഗം വരാനായിട്ട് ഉള്ള മാർഗങ്ങൾ ചെയ്യുക. അങ്ങനെ വളരെ നാരദരുടെ ഗുണങ്ങളെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം അല്ലേ, ഭഗവാന്റെ അവതാരം പെട്ടെന്നുണ്ടാവാനായിട്ട് നാരദൻ എന്ത് ചെയ്തു എന്നല്ലേ. കംസനടുത്ത് പറഞ്ഞു, കംസ
ഇത് ഇങ്ങനെ ശരിയാവും, ഇങ്ങനെ വിട്ടാ ശരിയാവോ? കംസൻ പറയും കുഴപ്പമില്ല, 8ാമത്തെ പുത്രനല്ലേ, നമുക്ക് നോക്കാം. ഇല്ലില്ല, അതൊന്നും പറ്റൂല. കൃഷ്ണൻ ചിലപ്പോ എട്ട് എവിടെ നിന്ന് എണ്ണും, ചിലപ്പോ അവസാനം ബാക്കിൽ നിന്ന് മുമ്പിലോട്ട് എണ്ണും, അല്ല മുമ്പിൽ നിന്ന് പുറകിലോട്ട് എണ്ണും, ഇടയ്ക്ക് നിന്നും. കൃഷ്ണന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ഉഷാറാവണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോകും. അങ്ങനെയാണ് ഭഗവാന്റെ അവതാരം പെട്ടെന്ന് ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത്. അങ്ങനെ നാരദമുനിക്ക് ഒരുപാട് ഒരുപാട് ഗുണഗണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നാരദമുനി ഇവരെ എന്താ പറയാ ഗൈഡ് ചെയ്യാനായിട്ട് വരികയാണ്, മാർഗദർശകനായിട്ട് വരികയാണ്. അങ്ങനെ അദ്ദേഹം വളരെയധികം ജ്ഞാനം കൊടുക്കാൻ ഒരു രാജാവ്, ചക്രവർത്തിയൊക്കെ ആവേണ്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അത്രയും ഒരു അറിവും പ്രായോഗിക ബുദ്ധിയൊക്കെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ അതിനുള്ള അറിവ് കൊടുക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വന്നിട്ട് നേരിട്ട് അറിവ് പറഞ്ഞില്ല, കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചില ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് നല്ലൊരു മാനേജ്മെന്റ്, ഒരു മാനേജർ എങ്ങനെയാവുമല്ലോ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിന്റെ വളരെ വളരെ രസകരമായിട്ടുള്ള ഹിന്റുകളാണ് അവിടെ നാരദമുനി കൊടുക്കുന്നത്. കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ പട്ടാളക്കാർക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ശരിക്കും അവരുടെ വേതനങ്ങളും അവരുടെ എന്താ പറയാ ശമ്പളവും ഒക്കെ കറക്റ്റ് കൊടുക്കാറുണ്ടോ? താങ്കൾ അവരുടെ ക്ഷേമം അന്വേഷിക്കാറുണ്ടോ? ഏതൊരു വ്യക്തിക്കും, താങ്കളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും താങ്കളെ ഏത് സമയത്തും വന്ന് താങ്കളെ അഭിമുഖീകരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? സ്ത്രീകളും കുട്ടികളും ഒക്കെ അങ്ങയുടെ സാമ്രാജ്യത്തിൽ സുരക്ഷിതരാണോ? താങ്കളെ ആശ്രയിച്ചിരിക്കുന്ന ആശ്രിതന്മാർക്ക് അവരുടെ കുടുംബത്തിന് ക്ഷേമം തന്നെയാണോ? അങ്ങ് അന്വേഷിക്കാറുണ്ടോ? അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാല് അറിവും വിദ്യാഭ്യാസം കഴിവും പ്രകടിപ്പിക്കുന്നവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അവാർഡുകളും മറ്റും കൊടുക്കാറുണ്ടോ? ഈ പ്രത്യേക തരത്തിലുള്ള ജോലി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനങ്ങളോ മറ്റേ മെഡലോ ഒക്കെ കൊടുക്കാറുണ്ടോ? പ്രൊമോഷൻ കൊടുക്കാറുണ്ടോ? റിവാർഡ്സ് കൊടുക്കാറുണ്ടോ? ആർക്കും ശമ്പള കുടിശ്ശിക വെക്കാറുണ്ടോ? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെല്ലാം എന്ത് ചെയ്യും? കലാപത്തിന് കാരണമായി തീരും. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് നല്ലൊരു മാനേജർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നാരദമുനി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 4 ചോദ്യങ്ങൾ വീണ്ടും അദ്ദേഹം നാരദമുനി ചോദിക്കുന്നുണ്ട്. താങ്കളുടെ അറിവ് ഈ കർമ്മകാണ്ഡങ്ങളിൽ, വേദങ്ങളിലെ ഈ യജ്ഞകർമാദികൾ ചെയ്യുന്നതിലുള്ള കർമ്മകാണ്ഡത്തിലുള്ള അറിവ് എത്രത്തോളം ഉണ്ടെന്നേക്ക്. 2ാമത്തെ ചോദ്യം, ശാസ്ത്രത്തിലെ ഈ സിദ്ധാന്തം, സൈദ്ധാന്തികം അല്ലെങ്കിൽ ഫിലോസഫി, ശാസ്ത്രങ്ങളിലെ ഫിലോസഫിക്കൽ നോളജ്, സൈദ്ധാന്തികമായ അറിവ് അങ്ങേക്ക് എത്രത്തോളം ഉണ്ടോ അങ്ങേക്ക്. 3ാമത്തെ ചോദ്യം, താങ്കളുടെ സ്വത്ത് സമ്പാദനം ഒക്കെ എങ്ങനെയാണ്? തൃപ്തികരമാണോ? അല്ലെങ്കിൽ നേരെ വഴി തന്നെയാണോ? അതിൽ തൃപ്തികരമാണോ? 4ാമത്തെ ചോദ്യം, താങ്കളുടെ വിവാഹ ജീവിതം എങ്ങനെയുണ്ട്? ദാമ്പത്യ ജീവിതം എങ്ങനെയുണ്ട്? അത് ഇത്രയും അവസാനം ഈ 4 ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും യുധിഷ്ഠിരൻ ചോദിക്കും, ഹലോ ആചാര്യ, ഈ 4 എങ്ങനെയാണ് ശരിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും? ഇതെല്ലാം ഫലപ്രദമാണ് അല്ലെങ്കിൽ ഇതെല്ലാം സക്സസ്ഫുൾ ആണ്, വിജയകരമാണ് എന്ന് ഞാൻ എങ്ങനെ അറിയാൻ പറ്റും എനിക്ക്? അപ്പോ നാരദർ പറയാണ്, താങ്കൾക്ക് വേദശാസ്ത്രങ്ങളിലെ കർമ്മകാണ്ഡത്തിൽ ഉള്ള അറിവിന്റെ അത് എങ്ങനെയാണ് അത് വിജയകരമാണ് അല്ലെങ്കിൽ തൃപ്തികരമാണെന്ന് പറയണമെങ്കിൽ താങ്കൾ ധാരാളം യജ്ഞകർമാദികൾ അനുഷ്ഠിക്കണം. ഒരാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അർത്ഥം അയാൾക്ക് ഇതിലെല്ലാം അറിവുണ്ട്. 2, ഈ സൈദ്ധാന്തികമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ നോളജ്, ശാസ്ത്രങ്ങളിലെ അല്ലെ ബൗദ്ധികമായിട്ടുള്ള അറിവ്, അതുണ്ടെങ്കിൽ താങ്കളുടെ താങ്കൾ സത്സ്വഭാവിയായിരിക്കും. അത് മാത്രമല്ല എളിമത്തുള്ളവനായിരിക്കും, വിനയാന്വിതനായിരിക്കും. അപ്പൊ നമ്മൾ ഫിലോസഫി ഒക്കെ പഠിക്കുന്നുള്ള ഗുണം എന്താണ് ആവേണ്ടത്? ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള അറിവ് കിട്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? സദ്ഗുണസമ്പന്നമായിട്ടുള്ള ഒരു ജീവിതം, അതോടൊപ്പം അതിൽ തന്നെ ഉൾക്കൊള്ളുന്നതാണ് ഈ വിനയാന്വിതമായിട്ടുള്ള അഹങ്കാരം ഒട്ടും തൊട്ടിത്തിണ്ടാത്തൊരു ജീവിതം. ഇത് രണ്ടാണ് അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത്, ദാമ്പത്യ ജീവിതം വിജയകരമെന്ന് പറയണ എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? ആർക്കെങ്കിലും പറയാമോ?
ഇതിൽ പറയുന്നത് സത്സന്താനങ്ങളുണ്ടോ എങ്കിൽ ദാമ്പത്യ ജീവിതം വിജയകരം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇങ്ങനത്തെ ഉപദേശങ്ങളും ഒക്കെ കിട്ടി. ഇപ്പൊ ഇത് അറിയാത്ത കാര്യങ്ങൾ ആചാര്യൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അറിയാത്ത കാര്യങ്ങൾ ഇദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വൈദ്യ സംസ്കാരം എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭാരത സംസ്കാരം എപ്പോഴും ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടെയാണ് സാധാരണ ഗുരുഷ്യ അല്ലെ. തദ്വിത്തി പ്രണിപാതേന പരിപ്രശ്ന സേവയ ഉപദേശം ജ്ഞാനം ജ്ഞാന തത്വദർശനം. നാരദമുനി വന്ന് ചേരുമ്പോൾ തന്നെ അത് നേരിട്ടങ്ങ് ചോദിക്കില്ല. ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അർഘ്യപാദ്യാദികൾ കൊടുത്ത് സ്വീകരിച്ച് ആനയിച്ച് കാല് കഴുകി എല്ലാ ഉപചാരങ്ങളും അർപ്പിച്ച് സ്വീകരിച്ച് അദ്ദേഹത്തിന് ദക്ഷിണയൊക്കെ കൊടുത്താണ് ഇവിടെ ആനയിച്ചിരുത്തുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് അനുഭവത്തോടു കൂടി ഇരുന്ന അടുത്തൊരു സീറ്റിൽ ഇരുന്ന ശേഷമാണ് യുധിഷ്ഠിരനും നാരദമുനിയും തമ്മിലുള്ള ഈ ഒരു സംവാദം നടക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും ഇത്രയും അതിമനോഹരമായിട്ടുള്ള ഒരു സഭാമന്ദിരം ഇത് കണ്ടപ്പോ യുധിഷ്ഠിരൻ ചോദിക്കണം, ഇത് എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇതുപോലെ അങ്ങ് എവിടെയും നമ്മളെപ്പോഴും അങ്ങനെ നമ്മൾ പുതിയ കാർ മേടിക്കലും പുതിയ ഷർട്ട് മേടിക്കലും കൊള്ളാമോ ഇത് എല്ലാം നമ്മളൊരു 100 പേര് ചോദിക്കും അല്ലേ, എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? അപ്പൊ നമ്മള് പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്തായിരിക്കും? എല്ലാരും എന്ത് പറയണം അപ്പോഴും? അല്ലെ നമ്മൾ രസം ഉണ്ടാക്കി കൊള്ളാം നന്നായിട്ടുണ്ട് അല്ലേ, എല്ലാരും പറയണോ അതല്ലേ? അതിൽ ഒരാൾ പറഞ്ഞ ഇത്ര പോരാട്ടെന്ന് പറഞ്ഞാൽ തീർന്നല്ലേ, അതുവരെയുള്ള സന്തോഷമൊക്കെ എല്ലാം ഒലിച്ചു പോകും അല്ലേ എന്ന് പറയും പോലെ. ചെറുതായിട്ട് യുധിഷ്ഠിരൻ അവിടെ നിന്ന് ചോദിക്കണം, എങ്ങനെയുണ്ട് ഇത്? അതായത് സ്വന്തമായിട്ട് ഇതിന്റെ പേര് ഒരു ചെറിയൊരു തവണ വന്നു അല്ലേ, ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണം. എങ്ങനെയുണ്ട്, കണ്ടിട്ടുണ്ടോ ഇവിടെ, ഇതുപോലെ എവിടെയും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നാരദര് ഗുരുവാണല്ലോ. ഗുരുക്കന്മാർ എപ്പോഴും അങ്ങനെയാണ്. ശിഷ്യന്മാർക്കൊരു അഹങ്കാരത്തിന് ചെറിയൊരു കണിക ഉണ്ടായാൽ തന്നെ അത് പതുക്കെ ഒരു അടി തലക്കടിച്ച് അവിടെ ഇരുത്തും, അവിടെ എന്ന് പറഞ്ഞിരുത്തും. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ അറിവ് കൊണ്ടാണ്. അപ്പൊ ചോദിച്ചപ്പം നാരദമുനി പറയാണ് അത്, പക്ഷെ അദ്ദേഹം വളരെ എളിമത്തോട് ചോദിക്കണം, അങ്ങ് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളാണല്ലോ, പല ലോകങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളാണല്ലോ അല്ലെ, ത്രിലോക സഞ്ചാരിയാണല്ലോ അങ്ങ് ഇതുപോലത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു, താങ്കളുടെ ഈ സഭാമന്ദിരം വളരെ ഭംഗിയുള്ളതാണ്, അതിമനോഹരം, ഞാൻ ഭൂമിയിലെങ്ങും ഇങ്ങനൊന്നും കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അർത്ഥം എന്തായിരിക്കും? അർത്ഥം എന്തായിരിക്കും? ഇതുപോലെ വേറെ ഉണ്ടെന്നാണോ, ഇതുപോലെ വേറെ ഇല്ലെന്നാണോ? ഭൂമിയിലില്ല, വേറെ സ്ഥലത്തുണ്ട്. ഇല്ല, വേറെ ഉണ്ടെന്നാണ് അർത്ഥം. വേറെ ഉണ്ട്, ഇതിലും മനോഹരമായിട്ടുള്ള സഭാമന്ദിരങ്ങൾ ഒരുപാടുണ്ട്. ഭൂമിയിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഭൂമിയിൽ ഇത് തന്നെയാണ് ബെസ്റ്റ്. പക്ഷെ ഇതുപോലെ ഒരുപാട് ഇതിനേക്കാളും വളരെ മനോഹരമായിട്ടുള്ള മന്ദിരങ്ങളുണ്ട് എന്ന് നാരദമുനി പറയുമ്പോഴ് അതെ അതെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഥ പറയുമ്പോൾ മുമ്പോട്ട് ആഞ്ഞു വരുമല്ലോ. കസേരയിൽ നിന്ന് മുമ്പോട്ട് നീങ്ങി കസേരയുടെ അറ്റത്ത് വന്നിരിക്കും എല്ലാവരും കൂടെ അല്ലെ, കഥ കേൾക്കാനായിട്ട് എന്ന് പറയും പോലെ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ആസനങ്ങളിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് നീങ്ങി ആ ആസനത്തിന്റെ അറ്റത്തോട്ട് നീങ്ങിയിരുന്നിട്ട് എല്ലാവരും വളരെ ഉത്സുകതയോടുകൂടി നാരദമുനി അടുത്ത് വരുന്നത്, പറയൂ എന്താണ് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ആകാംക്ഷ മുമ്പോട്ട് ആഞ്ഞിരിക്കുകയാണ്, പറയുന്നു പറഞ്ഞിട്ട്. അങ്ങനെ നാരദമുനി പറഞ്ഞു തുടങ്ങാം, ഞാൻ ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒരെണ്ണം കണ്ടിട്ടുള്ളത് ദേവലോകത്താണ്, ഇന്ദ്രന്റെ ലോകത്താണ്. ആ ഇന്ദ്രസഭ എന്ന് പറയുന്നതിന്റെ പേര് പുഷ്കരമാലിനി എന്നാണ് പേര്. പുഷ്കരമാലിനി എന്നൊരു സഭയുണ്ട് ഇന്ദ്രന്. ആ സഭയുടെ പ്രത്യേകത വെച്ചാൽ 150 യോജന നീളവും 100 യോജന വീതിയും 5 യോജന ഉയരമുള്ള ഒരു സദസ്സാണ്. ആ സദസ്സില് സകല ദേവീദേവന്മാരും അവിടെ എന്താ പറയാ ഇന്ദ്രന്റെ കീഴിൽ സബോർഡിനേറ്റ്സ് അവിടെ നിൽപ്പുണ്ട്. അവരെല്ലാവരും അവിടെ ഇവരൊക്കെയാണ് സകല ദേവന്മാരും അല്ലെങ്കിൽ എന്താ പറയാ എല്ലാം പഞ്ചഭൂതങ്ങളൊക്കെ അവരുടെ വ്യക്തിഗതമായ രൂപത്തിൽ അവിടെ ഉണ്ട്. ഗന്ധർവ യക്ഷ കിന്നരന്മാര് അപ്സരസുകളൊക്കെ അവിടെ നൃത്തമാടുന്നുണ്ട്. അങ്ങനെ പോകുന്നു അവിടെ. അതിന്റെ പ്രത്യേകതകൾ, ഈ ഇന്ദ്രസഭയുടെ പ്രത്യേകതകൾ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇന്ദ്രന്റെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാൻ പറ്റും. നമ്മൾ വീട്ടിനകത്തുള്ള ടേബിൾ അങ്ങോട്ടും മാറ്റി വെക്കും പോലെ ഇന്ദ്രന് ഈ ഒരു സഭ അങ്ങോട്ട് ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ട് നീക്കി വെക്കാൻ പറ്റും. അങ്ങനെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സഭ ഉണ്ട്. തീർന്നില്ല, പിന്നെ ഞാൻ യാത്ര ചെയ്ത് പോയപ്പോൾ വേറെ സ്ഥലത്ത് കണ്ടു യമന്റെ സഭ. അത് വിശ്വകർമാവാണ് അത് പണിയെടുപ്പിച്ചത്. അത് 100 സ്ക്വയർ യോജന എന്നാ പറയുന്നത്. 100 × 100 യോജന ആണ് അതിന്റെ നീളം വീതിയൊക്കെ. അവിടെ
ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാല് പ്രധാനപ്പെട്ട യയാതി, നഹുഷൻ, പുരു, ശന്തനു, പാണ്ഡു എന്നീ ഇത്യാദി മഹാരാജാക്കന്മാരാണ് അവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ സഭയിൽ എന്ന് പറയാം. പക്ഷേ തൊട്ടു മുമ്പ് കണ്ട ഇന്ദ്രസഭയില് ഇദ്ദേഹം കണ്ട ഹരിചന്ദ്രനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്ദ്രന്റെ സഭയിൽ അങ്ങനെ ഹരിചന്ദ്രൻ എങ്ങനെ എത്തി എന്നുള്ളത് നമ്മൾ വഴിയെ പറയും. അവിടെ ഞാൻ ഹരിചന്ദ്രനെ കണ്ടിട്ടുണ്ട് ഇന്ദ്രസഭയില്. യമന്റെ സഭയില് യയാതി, നകുഷൻ, പുരു, ശന്തനു, പാണ്ഡു എന്ന് തുടങ്ങി എന്താ പറയാ ഈ രാജാക്കന്മാരെയും കണ്ടു എന്ന് പറയണം. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സഭ. അടുത്ത സഭയെ പറ്റി പറയുന്നുണ്ട്. ഇനി തീർന്നില്ല, ഇനിയുണ്ട്. അടുത്ത സഭ വരുണസഭ, വരണ്ട സഭ. വരണ്ട സഭ വെള്ളത്തിനുള്ളിലാണ്. അത് യമസഭയ്ക്ക് തുല്യമായിട്ടുള്ള നീളവും വീതിയൊക്കെ തന്നെയാണുള്ളത്. അതൊരു വൈറ്റ്, ഒരു വളരെ ശുഭ്ര നിറത്തിലുള്ള വെളുത്ത സുന്ദരമായ ഒരു പാലസ് പോലെ, കൊട്ടാരം പോലെയാണ്. വൈറ്റ് ഹൗസ് ആണ് വരുണന്റെ. അവിടെ ഈ വാസുകി ഇത്യാദി ദാനവന്മാരും ദൈത്യന്മാരും ഒക്കെ ഉണ്ട്. അവിടെ ബലി മഹാരാജാവിനെയും കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എന്നിട്ട് തീർന്നില്ല. ഇനി അദ്ദേഹം കണ്ട വേറൊരു സഭ എന്ന് പറയുന്നത് കുബേരന്റെ സഭ. കുബേരന്റെ സഭ ഇങ്ങനെ വായുവിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സഭയാണ്. അതും ഇദ്ദേഹത്തിന് ഇഷ്ടമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ പറ്റും. അങ്ങനെ എയറിൽ വായുവിൽ പൊങ്ങി നിൽക്കുന്നതാണല്ലോ. അവിടെ കുബേരൻ തന്റെ 1000 പത്നിമാരുമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ ഇടയ്ക്കിടയ്ക്ക് മഹാദേവൻ പാർവ്വതീദേവിയും തന്റെ പരിവാരങ്ങളൊത്ത് അവിടെ ഇടയ്ക്കിടയ്ക്ക് സുഹൃത്തിനെ കാണാൻ വരാറുണ്ട് എന്നൊക്കെ നാരദമുനി പറയാണ്. അപ്പൊ അങ്ങനത്തെ മനോഹരമായിട്ടുള്ള സഭ ഞാൻ അവിടെയും കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ ഏറ്റവും ഒരു സഭ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എനിക്ക്. ആദ്യം കാണാനൊന്നും പറ്റിയില്ല. ഞാൻ ഒരു ഇങ്ങനെ പോകുന്ന സമയത്ത് സൂര്യനെ കണ്ടു. സൂര്യദേവൻ അദ്ദേഹം ബ്രഹ്മസഭയിൽ ഒരു യോഗം കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത്, അവിടെ സത്സംഗം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് ഇദ്ദേഹം കാണുകയാണ്. അപ്പൊ ചോദിക്കും എവിടെ പോയിരുന്നു ചോദിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ബ്രഹ്മസഭയിൽ നിന്ന് വരികയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു സഭയാണ്. നമ്മൾ ഈ മറ്റു സഭകളൊക്കെ വിവരിച്ചെങ്കിലും ബ്രഹ്മസഭ നമുക്ക് വിവരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വിവരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് രൂപം മാറും, അതിന്റെ ഭാവം മാറും. അങ്ങനെയുള്ള നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് രൂപം ഭാവം ഒക്കെ പെട്ടെന്ന് മാറും. അങ്ങനത്തെ ഒരു സഭയാണ് ബ്രഹ്മാവിന്റെ സഭ എന്ന് പറയാം. അപ്പോ ഇത് കേട്ടപ്പോ ഇദ്ദേഹത്തിന്റെ ആഗ്രഹം, എനിക്കൊരു സഭ കണ്ടാക്കൊള്ളാം എന്ന് നാരദർ പറഞ്ഞു. അപ്പൊ സൂര്യൻ പറയും അങ്ങനെ പറ്റില്ല, ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. 1000 വർഷം ബ്രഹ്മവ്രതം എന്നൊരു വ്രതമുണ്ട്, അതങ്ങ് എടുക്കാം. അതിനുശേഷം ഞാൻ പറയാം. അങ്ങനെ ഈ വ്രതം അനുഷ്ഠിച്ച് 1000 വർഷം തികഞ്ഞ സമയത്ത് വീണ്ടും സൂര്യദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് നാരദമുനിയെ വിളിച്ചുകൊണ്ട് പോയി വളരെ പേഴ്സണൽ ടൂർ ഗൈഡിനെ പോലെ എന്നാ പറയണത്. വിളിച്ചുകൊണ്ട് എല്ലാം ഓരോന്നറിഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു, വിശദീകരിച്ചു എന്ന് പറയാം. അപ്പോ ഇത്രയും മനോഹരമായിട്ടുള്ള അവിടെ ആരൊക്കെയാ ഉള്ളത്? അവിടെയുള്ള ആൾക്കാരെന്ന് പറയണത് കശ്യപൻ, ഭൃഗു, വസിഷ്ഠൻ, കർദമൻ ഇവരൊക്കെ അവിടെ കാണാൻ പറ്റും ആ സഭയിൽ. അവിടെ രാജാവിനെ പോലെ ഇരിക്കുന്ന ആരാണ്? ബ്രഹ്മാവ്, ബ്രഹ്മദേവനാണ് ബ്രഹ്മലോകത്ത്, അതായത് സത്യലോകത്ത് എന്ന് പറയാം. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ അപ്പം യുധിഷ്ഠിരന് മനസ്സിലായി നമ്മൾ ഈ സംഭവം ശരി തന്നെ. അപ്പൊ എന്നിട്ടും യുധിഷ്ഠിരൻ നമ്മുടെ നാരദമുനി പറയുന്നുണ്ട്, ഭൂമിയിൽ ഇതൊക്കെ ആണെങ്കിലും ശരി തന്നെ യുധിഷ്ഠിര, ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സഭമണ്ഡപം അങ്ങയുടെ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അത് വീണ്ടും പറയാം. അപ്പൊ ഇത്രയും കേട്ടപ്പോ സംശയം ഇതിന്. നമ്മളിപ്പോ പറഞ്ഞല്ലോ യമസഭയിൽ ആരൊക്കെ കണ്ടു എന്ന് പറയണത്. ഈ നമ്മൾ യമസഭയില് ഈ പാണ്ഡവരായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കണ്ടിട്ട് പറഞ്ഞോ? നമ്മള് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പാണ്ഡു അല്ലെ, പാണ്ഡുവിനെ കണ്ടു അല്ലെ. അപ്പോ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛനെ കണ്ടു എന്ന് പറഞ്ഞല്ലോ, അച്ഛൻ എന്നെ പറ്റി ചോദിച്ചോ? അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛൻ എങ്ങനെ സുഖമാണോ? അച്ഛൻ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് പറയാൻ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. അതിനുമ്പ് ചോദിക്കും, പിന്നെ ചോദിക്കുന്നുണ്ട്, ഈ ഇന്ദ്രസഭയില് ഹരിചന്ദ്രൻ മാത്രം എങ്ങനെ എത്തി? വേറെ ആരും ഇല്ല അവിടെ എന്നൊക്കെ ചോദിക്കാം. ബാക്കി രാജാക്കന്മാരൊക്കെ ഇവിടെയാണല്ലോ കണ്ടത്. അപ്പോൾ ഹരിചന്ദ്രൻ, അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ വലിയ യജ്ഞങ്ങൾ അല്ലെ, രാജസൂയ യജ്ഞമൊക്കെ നടത്തി കഴിഞ്ഞാല് അവർക്ക് ഈ ഇന്ദ്രലോകത്തൊക്കെ പോകാനുള്ള അവസരം ഉണ്ടാവും. അങ്ങനെ യജ്ഞമൊക്കെ നടത്തിയാണ് അവിടെ ഹരിചന്ദ്രൻ എത്തിപ്പെട്ടത്. പക്ഷെ താങ്കളുടെ പിതാവ് താങ്കളോട് പറയാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും എവിടെയാണ്? യമസഭയിലാണ്.
അദ്ദേഹം പറഞ്ഞു വിട്ടു, എനിക്കിവിടുന്ന് കുറച്ച് പ്രൊമോഷൻ വേണം, അപ്പൊ അതിന് കുറച്ച് ദേവലോകത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എൻ്റെ മോനോട് പറയുക, എനിക്ക് ഒരു രാജസൂയ യജ്ഞം നടത്തണം എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ രാജസൂയ യജ്ഞം നടത്തിക്കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ലോകത്തിലേക്ക് പ്രൊമോഷൻ കിട്ടും എന്ന് പറയാം. അപ്പൊ അങ്ങനെ അച്ഛൻ്റെ പിതാവിൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അങ്ങയുടെ കടമയുണ്ട്, അപ്പൊ അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നാരദ മുനി. പക്ഷെ പറഞ്ഞു അത് അത്ര എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടാണ്, അതിന് വലിയൊരു ഈവന്റ് മാനേജ്മെന്റ് ആണത്. അത് നമുക്കറിയാം, നമ്മുടെ പ്രമോഷനൊക്കെ നമ്മൾ എന്തുമാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലേ. അത് ഏകദേശം 1000-1500 ആൾക്കാർ വരുന്നത് നമ്മൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡിവോട്ടീസ്. പ്രസാദം, താമസം, വാഹന സൗകര്യം അല്ലേ, എന്തെല്ലാം ഒരുപാട് ആൾക്കാരുടെ ഭക്തന്മാരുടെ ഒരു ഹാർഡ് വർക്കാണ്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു രാജസൂയ എന്ന് പറയുന്നത് അതിന് എത്രയോ ഇരട്ടി ഉള്ള ഒരു പ്രോഗ്രാമാണ്. അതേപോലെ അതൊരു ഭാഗം. അത് മാത്രമല്ല, ഈ രാജസൂയ നടക്കും വേറൊരു പ്രശ്നമുണ്ട്. ബ്രഹ്മരാക്ഷസം എന്ന് പറഞ്ഞ ബ്രഹ്മരാക്ഷസന്മാര് ഇതിനെ വളരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പിഴവോ കുറ്റങ്ങളോ സംഭവിച്ചാൽ താങ്കളുടെ കുലത്തിനോ താങ്കൾക്കോ ഈ ലോകത്തിന് തന്നെ നാശം വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് കുറച്ച് തീവ്ര കളിയാണ്. ഇതൊക്കെ പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം. താങ്കൾക്ക് എൻ്റെ ഒരു വരുംവരായി കൂടെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ നടത്താൻ ഉള്ളത് അങ്ങയുടെ പിതാവിന്റെ ആഗ്രഹമാണ്. പക്ഷെ നടത്തണമെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് നമ്മുടെ നല്ല മഹാത്മാക്കൾ. അങ്ങനെയാണ് ഒരു കാര്യം വരും പറയും, നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയില്ല, കബളിപ്പിക്കാനായിട്ട്. ഇത് നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, അതിന്റെ മോശം കാര്യം ഒരിക്കലും പറഞ്ഞു തരില്ല. നല്ലൊരു ഗൈഡാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് വിശ്വസ്തനായുള്ള ഒരു വഴികാട്ടിയാണെങ്കിൽ പറയും, ഈ വഴി പോയത് നല്ലതാണ്, പക്ഷെ ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, ഇന്ന കാര്യങ്ങൾ നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടി വരും, മുൻകരുതൽ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു തരും നമുക്ക്. അതാണ് ശരിയായിട്ടുള്ള ഒരു ഗൈഡ്, ഒരു വഴികാട്ടി, ഗുരു ഒക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ അല്ലാതെ നമ്മളെ കൊണ്ടൊരു കുഴി ചാടിക്കലല്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ അങ്ങനെ ഒരു ആൾക്കാരുടെ മാത്രമേ നമ്മൾ ഒരു ഗൈഡൻസ് ചോദിക്കാൻ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കുഴി ചാടിക്കും. നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുള്ളൂ. ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് പോസിറ്റീവ്, അത് ഒരു പ്രാക്ടിക്കൽ ഉള്ള കാര്യമല്ല. നെഗറ്റീവ് നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ പോസിറ്റീവിന്റെ ശരിയായിട്ടുള്ള ഫലം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. വലിയ ദുരന്തങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നമുക്ക് രക്ഷപ്പെടാനും പറ്റും. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു വഴിക്ക് പോകുമ്പോൾ. അപ്പോൾ അദ്ദേഹം ചെയ്യപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ. അദ്ദേഹം എന്ത് ചെയ്തു, പല ആളുകളോടും, അതായത് പണ്ഡിത മധോമ്യൻ അങ്ങനെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരോട് അദ്ദേഹം കൂടിയാലോചന ചെയ്തു തുടങ്ങി. നേരത്തെ നാരദമുനി ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു, താങ്കൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാറുണ്ടോ? എന്തിനാണ് മറ്റുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം സ്വീകരിക്കുന്നത്? എന്തിനാണ് തനിയെ എന്താ പറയാ തീരുമാനം എടുക്കാൻ പറ്റില്ലേ? താങ്കൾ എങ്ങനെയാണ് ചെയ്യാറ്? അതുപോലെ താങ്കൾ ഒരാളുടെ മാത്രം അഭിപ്രായം കേട്ടാണോ ചെയ്യാറ്, അതോ ഒന്നിലധികം ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ച് അത് സമന്വയിപ്പിച്ചാണോ താങ്കൾ ചെയ്യാറ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യുധിഷ്ഠിരമഹാരാജ് അത് ആ വഴിക്ക് തന്നെ ഇപ്പോഴും പോവുകയാണ്. അങ്ങനെ പലരുമായിട്ടും കൂടി ആലോചിച്ചു, വീണ്ടും ആലോചിച്ചു. കാരണം ഇങ്ങനെ റിസ്ക് ഫാക്ടർ ഉണ്ട്, അപ്പൊ അത് കവർ ചെയ്യാൻ പറ്റുമോ, തന്നെ കൊണ്ട് പറ്റുമോ? അത് മാത്രമല്ല, ഇതിന് ഒരുപാട് ആൾക്കാരുടെ, അതായത് മറ്റു രാജാക്കന്മാരുടെ ഒക്കെ സഹകരണവും ഡൊണേഷൻസും ഒക്കെ ആവശ്യമുണ്ട്. അപ്പം രാജസൂയജ്ഞം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. രാജസൂയം നടത്തണമെങ്കിൽ എല്ലാവരും സമ്മതനായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. കാരണം ഇത് നടത്തിക്കഴിഞ്ഞാൽ അടുത്ത് ചക്രവർത്തി ആവണം. അപ്പൊ ചക്രവർത്തി പദത്തിലേക്ക് വരേണ്ട ആളെ മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അവരുടെ കൈയും മെയ്യും അഴിഞ്ഞുള്ള ഒരു സഹകരണം, സാമ്പത്തിക സഹകരണം, അവരുടെ ഫിസിക്കലായിട്ടുള്ള സഹകരണം, ഇതെല്ലാം ആവശ്യമാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്ക് മാത്രമേ ഇത്രയും ഒരു മഹാത്മാവായിട്ട് പോലും യുധിഷ്ഠിരന് സംശയമാണ്, ഞാനതിൽ ക്വാളിഫൈഡ് ആണോ, എനിക്ക് യോഗ്യത ഉണ്ടോ ഇതിനൊക്കെ, വലിയൊരു മഹാത്മാവിനല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ, ഞാൻ അത്ര ജനസമ്മതനാണോ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ചെയ്തോളാം, എനിക്കതൊക്കെ പറ്റും, എനിക്ക് ആളുടെ എല്ലാവരും സമ്മതിച്ചു നമ്മൾ പറയല്ലേ. പക്ഷെ യുധിഷ്ഠിരൻ അപ്പോഴും ചിന്തിക്കുകയാണ്, ഞാൻ ക്വാളിഫൈഡ് ആണോ ഇതിനൊക്കെ, ഈ അർഹത ഉള്ളതാണോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പലപ്പോഴും ചിന്തിക്കുകയാണ്. അങ്ങനെ പലപ്പോഴും ചിന്തിച്ച് ചർച്ച ചെയ്ത് അവസാനം അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാല്, വേണോ വേണ്ടുന്ന ഒരു ചർച്ചയായി. പിന്നെ കൃഷ്ണന് ഒന്ന് ദ്വാരകയിൽ ഇങ്ങോട്ട് വരാനായിട്ട് ഒരു ദൂതൻ വഴി കത്തയക്കുകയാണ്. അങ്ങനെ ഈ കത്ത് കിട്ടിയതും കിട്ടാത്ത പാട് കൃഷ്ണൻ അവിടെ നിന്ന് രഥമെടുത്ത് പുറപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നു ഇവരുടെ അടുത്തേക്ക്. അങ്ങനെ കൃഷ്ണൻ അവിടെ വന്നു ചേരുകയാണ്. ചേർന്ന് ആദ്യം കുന്തി മാതാവിനെ അല്ലെ, സഹോദരായിട്ടുള്ള കുന്തി മാതാവിനെ കണ്ട് വണങ്ങി കുശലാന്വേഷണം നടത്തി. അർജുനനെ കണ്ടു, അർജുനുമായിട്ട് സ്നേഹ സംഭാഷണം നടത്തി, അർജുനനെ ആലിംഗനം ചെയ്തു. കൃഷ്ണൻ അർജുനന് അത്ര സ്നേഹമാണ്, അർജുനോട് അത്ര ഉത്തമ ഭക്തനാണ്, അതുകൊണ്ടാണ് അത്രയും സ്നേഹം ഭഗവാൻ. അതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, ഒരു വിശ്രമ സമയത്ത് അതൊക്കെ സമയം നോക്കി, സന്ദർഭം നോക്കി യുധിഷ്ഠിരമഹാരാജ് ഒന്ന് ചോദിക്കുകയാണ്,
അല്ലയോ ഭഗവാനെ, അപ്പോഴും സ്വന്തം അമ്മായിയുടെ മകനല്ല, സാക്ഷാൽ പരമദിവ്യത പുരുഷയുടെ ഭഗവാനോട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കുകയാണ്. ഭഗവാൻ ഇങ്ങനൊരു ഇതുണ്ട്, എന്താ ചെയ്യാൻ ഞാൻ യോഗ്യനാണോ, എനിക്കിത് പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഭഗവാൻ പറയും, യുധിഷ്ഠിര തീർച്ചയായിട്ടും ചെയ്യണം, താങ്കൾ അതിന് യോഗ്യനാണ്, താങ്കൾ ഇത് ചെയ്യണം, ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് ഈ ഒരു രാജസൂയം. കാരണം ഒരുപാട് ദുഷ്ടന്മാരിപ്പോ അവിടെ നിറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ആവശ്യമാണ്. കാരണം ഈ കുറച്ച് കാലഘട്ടത്തിന് ശേഷം കുറച്ച് ദുഷ്ടന്മാർ കൂടി ഭൂമിയിൽ. അപ്പൊ അതിനെയൊക്കെ ഒന്ന് അവസാനിപ്പിക്കാനും കൂടെ ഒരു സാഹചര്യമായി. അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ ജരാസന്ധൻ എന്നൊരു ദുഷ്ടനാണ്, മഗധ രാജാവായിട്ടുള്ള ജരാസന്ധൻ. വലിയ ബുദ്ധിമുട്ടാണ് ആൾക്കൊണ്ട്. അയാൾ വലിയൊരു ദുഷ്ടനാണ്. കംസന്റെ ആരാണ് ജരാസന്ധൻ? ഹരേ കൃഷ്ണ. ഭാര്യയുടെ ബ്രദർ. അല്ല, കംസന്റെ ഭാര്യയുടെ കംസന്റെ അമ്മാവനാണ്, ഫാദറിൻലോ. കംസന്റെ അമ്മാവനാണ് ജരാസന്ധൻ. കാരണം അദ്ദേഹത്തിന്റെ ആസ്തി പ്രാപ്തി എന്നു പേരുള്ള 2 പുത്രിമാരെ വിവാഹം കഴിച്ച ആളാണ് ഈ ജരാസന്ധന്റെ ഈ 2 മക്കളും. ആസ്തിയും പ്രാപ്തിയും വിവാഹം കഴിച്ച ആളാണ് കംസൻ. അപ്പൊ കംസൻ കൃഷ്ണന്റെ ആരാണ്? അമ്മാവനാണ്, അല്ലെ? അങ്ങനെ ബന്ധുക്കളൊക്കെ ആണെങ്കിലും കൃഷ്ണനും ജരാസന്ധനും അത്ര നല്ല ടേംസിലല്ല. നമുക്കറിയാം, കുശസ്ഥലി ഒരുപാട് തവണ ആക്രമിച്ച ആളാണ്, അല്ലെ ജരാസന്ധൻ. ഇപ്പൊ കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. അങ്ങനെയാണ് ഈ മധുര ആക്രമിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ അവിടെ നിന്നും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നു, ദ്വാരകയിൽ വന്നു. കുശസ്ഥലി എന്ന് പറഞ്ഞൊരു നഗരം അങ്ങനെ എന്താ പറയാ പൊട്ടിപ്പൊളി നടന്ന നഗരം വീണ്ടും പുനരുദ്ധരിച്ച് ഇവിടെ താമസിക്കാൻ വന്നത് ഈ ജരാസന്ധൻ കാരണമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ആക്രമിക്കാൻ വന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രം അതിന് കൂട്ടുകാരന്മാരെല്ലാം ആരൊക്കെയാണ് കൂട്ടാളികൾ? ശിശുപാലൻ, ദന്തവക്ത്രൻ, ഭഗദത്തൻ, പൗണ്ഡ്രകൻ, അല്ലെ? എല്ലാം നല്ല ടീംസ് ആണ്, അല്ലേ? നമ്മളെ ക്ലാസ്സിലെ ബാക്ക് ബെഞ്ച് ബോയ്സ് എന്ന് പറയും പോലെ ഇതൊക്കെയാണ്. അങ്ങനെ അല്ലെ? അങ്ങനത്തെ ആൾക്കാരെ മേലെ കൂട്ടുകൂടും, അല്ലെ? ആസുര ചിന്താഗതിയുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടും. അതങ്ങനെയാണ്. നല്ല സജ്ജനങ്ങൾ എപ്പോഴും സജ്ജനങ്ങളായിട്ട് കൂട്ടുകൂടും, അല്ലെ? കാക്കക്കൂട്ട് എപ്പോഴും കാക്കകളുടെ കൂടെയും കൂടും, അതുപോലത്തെ ആൾക്കാരുടെ കൂടും, അല്ലെ? ഹംസം എപ്പോഴും ഹംസത്തിന്റെ കൂടെ കൂടും. ഹംസം ഒരിക്കലും കാക്കയുടെ കൂടെ കൂട്ടുകൂടാൻ വരാറില്ല. എന്ന് പറയും പോലെ ഈ ജരാസന്ധന്റെ കൂട്ടുകാർ വളരെ അടുത്ത കൂട്ടുകാരാണ് ശിശുപാലൻ, ദന്തവക്ത്രൻ, ഭഗദത്തൻ, പൗണ്ഡ്രകനൊക്കെ. ഇവരുടെയൊക്കെ സ്വഭാവ വിശേഷം നമ്മൾ നന്നായിട്ട് അറിയാം, അല്ലേ? എങ്ങനെ ആൾക്കാരാണെന്നുള്ളത്. നല്ല ശുദ്ധ മഹാത്മാക്കളാണ് അവര്, നമുക്കറിയാം. അത് മാത്രമല്ല, ജരാസന്ധന് വേറെ 2 വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയെന്നറിയാമോ? ഹംസനും ദിംവകനും ഹംസനും. കംസനല്ല, ഇത് ഹംസൻ. അപ്പൊ ഈ ഹംസനും ദിംവകനും വളരെ ശക്തിശാലിയാണ്. വളരെയധികം അനുഗ്രഹവും തപസ് ചെയ്ത് പവർ കിട്ടിയ ആൾക്കാരാണ്. ഇവർക്ക് അനുഗ്രഹം ഉള്ളതെന്ന് വെച്ചാല് ഇവരെ ആർക്കും കൊല്ലാൻ സാധിക്കും. ഇവർക്ക് ഒരു ആയുധം കൊണ്ട് മരണം സംഭവിക്കില്ല എന്നൊരു വര ഇവർക്കുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ബലത്തിൽ ജരാസന്ധൻ കുറച്ചുകൂടെ ഒന്ന് മതിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഈ അന്ധക, വിഷ്ണുഭോജ രാജവംശങ്ങളെയൊക്കെ ആക്രമിക്കുക, ഇതൊക്കെയാണ് അയാളുടെ ഹോബീസ്. അങ്ങനെ ഈ ഭോജ, അതുപോലെ തന്നെ പാഞ്ചാല, കോസല എന്നൊക്കെ പറഞ്ഞ അന്നത്തെ ആ രാജ്യങ്ങളൊക്കെ, അങ്ങനത്തെ എന്ന് പറഞ്ഞ ഇങ്ങനത്തെ രാജ്യങ്ങൾ പലതും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുകയോ അഭയം പ്രാപിക്കുകയോ അല്ലെങ്കിൽ ഈ ജരാസന്ധന്റെ അലീസ് എന്ന് പറയാം, നമ്മളെന്താ പറയാ, സാമന്തന്മാരാവാനൊക്കെ സമ്മതിച്ചു കൊടുത്ത് അങ്ങനെ ഒക്കെ ജീവിക്കുന്നവരൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നശിപ്പിക്കുക എന്നുള്ള ഭഗവാന്റെ ലക്ഷ്യമാണ്. അപ്പോ ഇത് ഭഗവാൻ ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല, ഭഗവാന്റെ ഭക്തന്മാർക്ക് ആ ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് ഭഗവാൻ അത് ചെയ്യിക്കുന്നതാണ് ഭക്തന്മാരെ കൊണ്ട്. അങ്ങനെ ജരാസന്ധൻ ഒന്ന് തളർന്നിട്ടുണ്ട്, ഒന്ന് ചെറിയൊരു നിരാശനാണ്. അതിനൊരു കാരണമുണ്ട്. ആരുടെ ബലത്തിലാണ് ഏറ്റവും അധികം മതിച്ചത് ആ 2 പേരും മരിച്ചു. ഹംസനും ദിംവകനും മരിച്ചു. എങ്ങനെയാന്ന് വെച്ചാല് ബലരാമസ്വാമി ഒരു 18 ദിവസത്തെ യുദ്ധത്തില്
ഹംസ എന്ന് പേരുള്ള വേറൊരു രാജാവിനെ വധിച്ചു. അപ്പം ഇന്നത്തെ പോലെ തന്നെ ന്യൂസ് ഒക്കെ വരുന്നത് വേറെ പല വിധത്തിലാണ്. പറന്നു പോയാൽ എന്താ തറയോടെ നടന്നു പോയാൽ പറയും അത് പറന്നാണ് പോയെന്ന് പറയും അല്ലെ. അങ്ങനത്തെ ന്യൂസാണ് ഇപ്പോഴത്തെ ന്യൂസ് റിപ്പോർട്ടിങ്. അന്ന് ഇതുപോലെ ന്യൂസ് സ്വന്തം സഹോദരനായിട്ടുള്ള ഈ ദിംവകന് കിട്ടി. സ്വന്തം സഹോദരൻ മരിച്ചു എന്നുള്ള വാർത്ത കേട്ട് ഹൃദയം പൊട്ടിയ ഈ ഹംസന് സോറി ദിംവകൻ എന്ത് ചെയ്തു? യമുനെ ചാടി ആത്മഹത്യ ചെയ്തു. എനിക്കൊരു നിമിഷം പോലും ഒരു സുഹൃത്തിനെ അല്ലെ എന്റെ വളരെ വളരെ ക്ലോസ് ഫ്രണ്ടും സഹോദരനുമാണ്. അത് തന്നെ എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഹംസന് ഇത് അറിയുന്നത്, സ്വന്തം സഹോദരൻ ആത്മഹത്യ. ഇത് കേട്ട് ഇതേ അവസ്ഥ ഇതിനുണ്ടായി. ശരിക്കും മരിച്ച വേറൊരു ഹംസനാണ്. പക്ഷെ ഇദ്ദേഹം ഈ ദിംവകൻ മരിച്ച ഹരേ വാർത്ത കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രഭു. 7 ആവാറായി. ഭഗവത്ഗീത ക്ലാസ് ഉണ്ട്. ഒന്ന് സ്പീഡപ്പ് ചെയ്യോ പ്രഭു? നിർത്താൻ പോണം അത് ഒരു മിനിറ്റ്. ഓക്കെ, ഇതിലോട്ട് അവസാനിപ്പിക്കാം. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോ ഇങ്ങനെ സ്വന്തം സഹോദരന്റെ മരണത്തില് ദുഃഖം കൊണ്ട് ഈ ദിംവകനും മരിച്ചു. അങ്ങനെയാണ് ഈ ജരാസന്ധൻ ഇപ്പോ ഒന്ന് അടങ്ങിയിരിക്കുന്നത്. തൽക്കാലത്തേക്ക് അടങ്ങിയിരിക്കാൻ കാരണം ഇതാണ്. ഇനി ബാക്കി ഇതിലോട്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഇവിടെ നമ്മളിപ്പം ഈ ഹംസനും ദിംവകന്റെ മരണത്തോടെ നമുക്കിവിടെ ഇന്ന് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം. സൗണ്ട് കാശ് കൊള്ളാം സാർ, നല്ല കാശ് കൊള്ളാം, കേൾക്കാൻ കൊള്ളാം. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആർക്കും എന്തെങ്കിലും ഹരേ പറയാനുണ്ടോ? കൃഷ്ണ. സോറി പ്രഭു, പറഞ്ഞതിൽ ക്ഷമിക്കണം. സമയമായിപ്പോയെന്നാണ്. ക്ഷമിക്കണം പ്രഭു. ഓക്കെ മാതാജി, നോ പ്രോബ്ലം. ഹരേ കൃഷ്ണ. പിന്നെ 1 മിനിറ്റ് കൂടെ ഉണ്ട്. ശരി, അപ്പൊ നമുക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്കിനി അടുത്ത ദിവസം ചൊവ്വാഴ്ച നമുക്കത് ചോദിക്കാം. നമുക്കതിനുള്ള അത് ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു?